ഇച്ചിരി ആരോഗ്യം അതിനും വരട്ടെ. വേനൽക്കാലല്ലേ, ലോടി ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു. നമ്മളെ ഒരു മനുഷ്യരല്ലേ. അപ്പോഴേ ഒരു കാര്യം ചെയ്തേ, ആ കാറ്റേ കാലിൽ മിഞ്ചി എടുത്തിട്ട് ഇവിടെ ഈ ഡ്രമ്മിൽ എന്തിനാ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ? അപ്പൊ എന്താ തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് ബിസ്ക്കറ്റൊക്കെ ഈ മതിലിന്റെ ഇടവിട്ട് എന്തിനാ ഈ തൂണ് ഇങ്ങനെ വെക്കണേ? മതിലൊക്കെ കെട്ടി ഒരു 10 വർഷം കഴിയുമ്പോ എന്തായാലും വർത്താനത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. ആരാ? അമ്മ വന്നിട്ടുണ്ട്. ഇതെന്താ നൈറ്റി ഒക്കെ ഇവിടെ കൊണ്ടിട്ടേക്കണേ? ഭയങ്കര ബുദ്ധിയാ. അതൊക്കെ പഴയ ആൾക്കാരുടെ ചിട്ടകളാണ്. പുതിയവരിപ്പൊ തുണിഞ്ഞെടുത്തോളാൻ പറഞ്ഞാൽ ചിലപ്പോ ഇട്ടോണ്ടിരിക്കണം. അങ്ങ് കീറി കൊടുക്കും. കൊച്ചിനാക്കി മാലും വന്നു നോക്കിയേ ഇവിടെ എന്താ കാഴ്ചയെന്ന്. ഇത് പക്ഷെ കണ്ടില്ലായിരുന്നു. ആസ് യൂഷ്വൽ പറമ്പിൽ പണി നടക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റേ. കാരണം ഇന്ന് ഇഷ്ടിക വന്ന് മുകളിലേക്ക് മതിൽ കെട്ടിപ്പൊങ്ങുന്നതൊക്കെ കാണാം കേട്ടോ. ദേ ഇഷ്ടിക ഇറക്കിക്കൊണ്ട് ഇരിക്കണ കണ്ടോ. രാവിലെ തന്നെ ഇഷ്ടിക ലോഡുമായിട്ട് വണ്ടി വന്നു. അപ്പോൾ ഒറ്റയടിക്ക് മണലൊക്കെ ഇടുന്ന പോലെ ഇഷ്ടിക ഇടാനായിട്ട് പറ്റില്ല, കാരണം അത് പൊട്ടിപ്പോവുകയും. അപ്പോൾ അത് മാനുവലായി തന്നെ ഓരോന്നായിട്ട് ഇറക്കി വെക്കണം. അതിനുള്ള ചേട്ടന്മാരും വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അമ്മ ഇതിനകത്ത് വെള്ളം എടുത്ത് നടക്കണം. ഇതിനകത്ത് വെള്ളം എടുത്ത് നടക്കണം. ഇത് പാല് ഞാൻ കാച്ചിയായിരുന്നു. അപ്പം അതിൽ ഇച്ചിരി അംശമൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കാന്താരിക്ക് കൊണ്ട് ഒഴിക്കാം. ഇച്ചിരി ആരോഗ്യം അതിനും വരട്ടെ. വേനൽക്കാലല്ലേ. അപ്പം എന്താ മുറ്റത്തൂക്കടെ നടക്കണം. കാലത്തെ നനകൾ കഴിഞ്ഞു. അവർ വന്ന് 5 പേരിന്ന് ഇഷ്ടിക കെട്ടാൻ പണിക്കുണ്ട്. അതിൽ കൊമ്പുവാൾ പൊങ്ങി തുടങ്ങിയത് പിന്നെ കാണിക്കാം നമുക്ക്. അതിൽ 3 പേര് ഇഷ്ടിക കെട്ടാനും 2 പേര് സിമെൻറ്റ് മിക്സ് ചെയ്യാൻ, പിന്നെ ഇഷ്ടികയൊക്കെ അവിടെ കൊണ്ടുപോയി സൈറ്റിൽ കൊണ്ടുപോയി കൊടുക്കാൻ. ഇപ്പോൾ 3rd ലോഡ് വന്നു ഇഷ്ടികയ്ക്ക്. 600 ഇഷ്ടിക ഒരു ലോഡിൽ വന്നതാണ്. അപ്പോൾ അത് വന്ന് ഇറക്കിക്കൊണ്ടിരിക്കണം. അത് ഇറക്കാൻ അവിടെ തന്നെ ആൾക്കാർ വരും. അപ്പോൾ അതിൻ്റെ പുറകെ അപ്പം നടക്കണതാണ്. അപ്പം അതിൻ്റെ റേറ്റ് കൊടുക്കണം. ഒരു പോണതിന് റേറ്റ് അവർ ഏൽപ്പിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഓരോന്നും ഇനിയിപ്പോൾ ഇതിനുള്ള തേക്കാനുള്ള ഇല്ലേ പൊടി വരും, ഇൻസാൻ്റെ ഏതാണ്ടോ. അപ്പം അത് തീരാറായി. അപ്പം അടുത്തല്ലേ കൂടെ അത് വരും. അപ്പം അപ്പം അന്നേരം അവിടെ പോയി നോക്കൂ. ഈ ഇറക്കണ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കണം. അതാ ജോൺ ചേട്ടൻ പറയും ഇന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടിക ഇങ്ങനെ മാനുവലായിട്ട് വേണം ഓരോന്നായിട്ട് ഇറക്കി വെക്കാനായിട്ട്. ചേട്ടന്മാരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും വിചാരിക്കും പുറം പണിയാണല്ലോ, അകത്തെ പണി പോലെ അത്ര ബുദ്ധിമുട്ട് വരില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പുറം പണിയാണെങ്കിലും അകത്തെ പണിയാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു മേൽനോട്ടം വേണം. അതറിയാമല്ലോ. നമ്മുടെ ശ്രദ്ധയുടെ ഒരു പ്രധാന ഭാഗവും നമുക്ക് അവിടെയായിരിക്കും പണിയൊക്കെ നടക്കുമ്പോഴേ. അതിൻ്റേതായ എല്ലാ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമുക്കും ഉണ്ടായിരുന്നു കേട്ടോ. ലോഡ് വരുമ്പോൾ നോക്കണം, വരാൻ വൈകിയെങ്കിൽ അത് അന്വേഷിക്കണം, കറക്റ്റ് ലോഡാണോ വന്നേന്ന് നോക്കണം, അവരുടെ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യണം, അത് നമ്മൾ അപ്പം തന്നെ രേഖപ്പെടുത്തണം. അങ്ങനെ ഒരുപാട് പണികളാണ്. ഈ പണി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഓരോ ദിവസത്തെ ചിലവ് വരെ കണക്കുകൾ അപ്പയുടെ ഫയലിൽ അപ്പം നോട്ട് ചെയ്ത് പോകുമായിരുന്നേ. അല്ലെങ്കിൽ ഒത്തിരി അനാവശ്യ ചിലവുകൾ നമ്മൾ അറിയാതെ വരും. ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുകയില്ല. ഇതാകുമ്പോൾ ഓരോ പൈസയും എവിടെയാണ് ചിലവാക്കിയത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയും നമുക്കുണ്ടാകും. അതെല്ലാ ദിവസവും അപ്പം നോക്കിയിട്ട് അതാത് ദിവസം വിലയിരുത്താറുണ്ട് കേട്ടോ. എവറി ഡേ ചിലവുകൾ ടാലി ആക്കിയിട്ടാണ് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഈ പണി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ചിലവ് വരെ കണക്കുകൾ എങ്ങനെയാണ് അപ്പോൾ ഫയലിലൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത് എന്നറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം കണ്ടോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മതിൽ കണ്ടോ കെട്ടിപ്പൊക്കി തുടങ്ങി. ആ ഇഷ്ടികയ്ക്കില്ലേ അതൊക്കെ ഓരോന്ന് അടുക്കി വെച്ച് അതിൻ്റെ ഇടയിൽ കുറച്ച് തേച്ചൊക്കെ കൊടുക്കാനുണ്ട്. അത് ശരിക്കും ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് തീരുന്നു. പക്ഷേ വർക്ക് ഫാസ്റ്റാണ്. പക്ഷേ എങ്കിലും വളരെ ശ്രദ്ധിച്ച് ഒരു ക്രാഫ്റ്റ് വർക്ക് പോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. എങ്കിലാണ് അതിന് ഭംഗി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ രാവിലെ തൊട്ട് അതേ ദിവസം വർക്ക് നിർത്തുന്നത് വരെ ഓരോ വർക്കും ഇരുന്ന് ഇങ്ങനെ നിരീക്ഷിക്കും കേട്ടോ. ചിലപ്പോൾ സ്കൂട്ടറിലായിരിക്കും ഇരിക്കുക, ചിലപ്പോൾ ഇങ്ങനെ ഇഷ്ടികയുടെ മുകളിലൊക്കെ ആയിരിക്കും ഇരിക്കുക. ചേട്ടന്മാർ ഓരോരുത്തർ ഇരുന്ന് ഓരോ വർക്ക് ചെയ്യുന്നത് കണ്ടോ. അവർ അവരുടേതായ ആ ഒരു ക്രിയേറ്റീവ് ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അതേ അപ്പുറത്തെ ചേട്ടൻ ഇടയ്ക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് സിമെൻറ്റ്. ഇപ്പുറത്തെ ഈ ചേട്ടൻ ഇഷ്ടിക ഓരോന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അവർക്ക് അതിൻ്റേതായ അളവുകളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നത്. അത് നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ലേ. ഞാൻ അവിടെ ഉള്ളപ്പോൾ വീട്ടിലുള്ള സമയത്ത് ഞാൻ ഇടയ്ക്ക് ഇത് പോയി നിന്ന് നോക്കി കാണും കേട്ടോ.
അവർക്ക് ഈ കാര്യത്തിൽ അവരുടെ വർക്കിൽ അവർ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ അളവ് കാര്യങ്ങളിലെല്ലാം അവർ കറക്റ്റാണ് കേട്ടോ. ആ ചേട്ടൻ നോക്കുന്നുണ്ടോ ഓരോന്നും അതിൻ്റെ കറക്റ്റ് സൈസ്, ഷേപ്പ്, അത് ഫിക്സ് ചെയ്യേണ്ട പ്ലേസ് ഒക്കെ കൃത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ചേട്ടൻ നോക്കുന്നത്. ഇത് ഇത്തിരി ഫാസ്റ്റായിട്ട് ഞാൻ ഇട്ടതാണ്, എല്ലാം പതുക്കെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ വർക്ക് വേഗം ഫാസ്റ്റായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. ഇഷ്ടേ തട്ടിപ്പൊക്കണ നല്ല രസമല്ലേ കാണാൻ. അവിടെ പല ലെവലായിട്ടുള്ളൂ. അതുകൊണ്ട് ആ മതിലിൻ്റെ ലെവലിൽ തന്നെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നു പിന്നെ അങ്ങനെ പോകണം. ആ ഭൂമി ആ രീതിയില്ല പൊങ്ങി പോകണം. ഒരേ ലെവലിൽ വന്നാൽ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ കാലും ചവിച്ച് കിടക്കാൻ പറ്റും. ദേ അപ്പം ഇരിക്കുന്നുണ്ടോ, ഇന്ന് ഇഷ്ടികയുടെ മുകളിലാണ് ഇരിക്കുന്നത്. സൂക്ഷിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്, ശ്രദ്ധിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ അപ്പോൾ സ്കൂട്ടറിലൊക്കെ ഇരിക്കണ ആളാ ഇടയ്ക്ക്. അപ്പം ഇതിപ്പോൾ വെയിലില്ലാത്ത വശം നോക്കിയാണ് ചെയ്യുന്നത്. കണ്ടോ ഇഷ്ടികകളൊക്കെ നിരന്നിരിക്കണുണ്ടോ. അപ്പോൾ ആ ചേട്ടൻ അപ്പുറത്തെ കണ്ടോ ഇവിടെ നിന്ന് ഓരോ ഇഷ്ടിക ആവശ്യത്തിനനുസരിച്ച് ആ കൗണ്ട് അനുസരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ട് വെക്കുകയാണ്. ഇത് ആ തേക്കാനുള്ള സിമൻറ്റ് ഇപ്പുറത്തൊരു ചേട്ടൻ നിന്ന് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഓരോരുത്തർക്കും ഓരോ വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വർക്കുകളെല്ലാം ക്രോഡീകരിച്ച് നമ്മുടെ മതിൽ അവസാനം ഇങ്ങനെ പൊങ്ങി വരും. അമ്മ പോയി കണ്ടോ അവിടെ പണി നടക്കണത്? ഇല്ല, ഞാൻ വൈകുന്നേരം മാത്രമേ പോകും. ഇഷ്ടിക നടക്കണത് നിരത്തണത് ഇല്ല, ഞാൻ വൈകുന്നേരം പോകും. വെള്ളത്തിന് അവരിഞ്ഞ് വരും. പിന്നെ അപ്പ തണുത്ത വെള്ളമാണെങ്കിൽ കുപ്പിയിൽ അപ്പ എടുത്തോണ്ട് കൊടുത്തോളും. ചൂടുവെള്ളത്തിന് ഇതേ ചൂടാക്കാൻ വെച്ചേക്കണം അടുത്ത ട്രിപ്പ്. അപ്പൊ ചൂടുവെള്ളത്തിന് ആ പയ്യൻ കാലമായിട്ട് ഇങ്ങനെ വരും, നേരം കൊടുത്തോളും. പിന്നെ വൈകുന്നേരം പണിയൊക്കെ നിർത്തി പോയി കഴിഞ്ഞ ഒരു 5:30 ആകുമ്പോ ഇറങ്ങും. വെയിലില്ല, നേരം വെയിലത്തെ ഭയങ്കര ചൂടാന്നേ, ഭയങ്കര ചൂടാവിടെ. അതിന് ഇഷ്ടികയില്ലേ ഇപ്പം 3 ടിപ്പർ വന്നു, 1200 വന്നിട്ട്. ഇനിയുണ്ട് 1-2 ടിപ്പറും കൂടെ വരാനുണ്ട്. നിലവില് ഇഷ്ടിക നിരത്തണതൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ടില്ലേ? കൊമ്പൗണ്ട് വാള് പടിഞ്ഞാറ് വശം നല്ല രസമായി. ഇനിയിപ്പൊ അതിന്റെ തൂണ് തേച്ചിട്ടുണ്ട് ഇന്നലെ. 8 അടി വെച്ച് ഓരോ തൂണ് വെച്ചിട്ടുണ്ട്. ഇന്നലെ അത് തേക്കണമെന്ന് പറഞ്ഞ് തേക്കാനുണ്ടായിരുന്നു. പിന്നെ കെട്ടിപ്പോരുക. കെട്ടിപ്പോന്നു കഴിഞ്ഞാൽ അതിന്റെ മുറക്കനുസരിച്ച് 3 പേരുണ്ടല്ലോ അതിന്റെ പണിക്കാര്, 2 പേര് ഹെൽപ്പേഴ്സ്. അതിന്റെ മുറക്കനുസരിച്ച് തേച്ച് പോരുവര്. അവർക്ക് അറിയാലോ, നമ്മൾ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. അത് പിന്നെ അപ്പ അവിടെ പോയി നിൽക്കും കാണാൻ വേണ്ടി. കൊറേ പേര് ഇഷ്ടിക കൊണ്ടുവരുന്നു, കൊറേ പേര് സിമെന്റ് കൂട്ടണു, കൊറേ പേര് ഇഷ്ടിക അടുക്കണു, കൊറേ പേര് ബീം ഉണ്ടാക്കണു, പിന്നെ പണിയും കൊറേ പേര് ഇഷ്ടിക വെച്ച് തേക്കണു, ബീം ഉണ്ടാക്കുന്നുണ്ട്. ബീമിന്റെ മീതെ ചെയ്യണം. ബീമല്ല, ഇഷ്ടികയുടെ നടുക്ക്. അത് ബീമല്ല, തൂണ്. അതാ ലക്ഷ്മിമാമ്മയുടെ അങ്ങേറ്റത്തെ 6 തൂണോടെ തേച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാ തേച്ച് പോയില്ലെങ്കിൽ ഇനി പിടുത്തം കിട്ടൂലെന്ന് തേച്ചോളാൻ പറഞ്ഞു തൂണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അവിടെ പല സ്ഥലത്തും പല നിരപ്പായതുകൊണ്ട് ലെവലായതുകൊണ്ട് മതിലും അതനുസരിച്ച് വേണമെന്ന് പറഞ്ഞു. അതെന്നാന്നറിയാമോ, 3 ലെവലിലാ പറമ്പ് കിടക്കുന്നത്. അത് മേൽക്കണ്ട ഇപ്പൊ ആ ഭാഗം. പണ്ട് അപ്പച്ചനൊക്കെ ഉള്ളപ്പോ ഞാൻ മഞ്ഞതിന് മുമ്പുള്ള കാര്യങ്ങളാ. ഞാൻ വരുമ്പോ കൃഷി അവിടെ ഇല്ല. അന്ന് മേൽക്കണ്ടത്തില് ഞാറ് പാകിയേച്ച് പാടത്തേക്ക് അവിടെ നിന്ന് പറിച്ചുകൊണ്ടുപോയി നടണതാ. അപ്പൊ മേൽക്കണ്ട ഇങ്ങനെ അതിനു വേണ്ടി പണ്ടത്തെ കാലത്ത് പഴയ വീടുകളിലൊക്കെ ആൾക്കാർക്ക് അറിയാം മേൽക്കണ്ടോ എന്ന് പറഞ്ഞാൽ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഞാറ് പാകാൻ ഇട്ടേക്കണതാ. അപ്പൊ അങ്ങനെ അതിനിട്ടേർന്നതായതുകൊണ്ട് ഏറ്റവും താഴ്ന്ന തൊട്ടിയാണ്. പിന്നെ ഈ ചിറ പോലെ പിടിപ്പിച്ച് തെങ്ങിയിരുന്നത് അടുത്ത തൊട്ടി, അടയ്ക്കാമരൊക്കെ നിന്നത്. പിന്നെ ഏറ്റവും മുകളിലാണ് പറമ്പിന്റെ തൊട്ടി, പെരയിരിക്കണൊക്കെ തൊട്ടി. അപ്പൊ പല ലെവലിൽ വേണം അത് പൊക്കാൻ. ഒറ്റ ലെവലിലെല്ലാം പൊക്കാൻ പറ്റൂല. അപ്പൊ ലെവൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് പല ലെവലായതുകൊണ്ട് ഒറ്റ ലെവലില് പറമ്പ് കിടക്കുവാണെങ്കിൽ ഒറ്റ ലെവലിൽ പോയി. 2 മതി കേട്ടോ. 2 മതിയോ? ഒരെണ്ണം ഞാൻ എടുക്കാം. പാല് മുക്കിയേച്ച് ഇനി പാല് കളയാൻ പറ്റില്ല, ചായക്കെടുക്കാനും പറ്റില്ല. ഞാന് മുട്ട ഇല്ലാത്ത മധുരമില്ലാത്ത ഫ്രഞ്ച് ടോസ്റ്റ് ആണ് ഉണ്ടാക്കണേ കേട്ടോ. ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് ഇതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പം അങ്ങനെയാണ് കഴിക്കുന്നത്. മുട്ടയില്ല, മധുരയില്ല, വെറുതെ പാലിൽ മാത്രം മുക്കി. ഇവിടെ ഈ ഡ്രമ്മിൽ എന്തിനാ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ? ഓസ് ഉണ്ടല്ലോ. പഴയ ഡ്രം നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി പണ്ട് ഏതാണ്ട് ആവശ്യത്തിനപ്പം മേടിച്ചതായി ഡ്രം. അത് എന്തിനാ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ടാങ്ക് 1000 ലിറ്റർ ചിമ്മിണിയുടെ മുകളിലുള്ള. ഇപ്പൊ ടാങ്കിൽ വെള്ളം അടിച്ച് നൈറ്റിൽ തന്നെ ഇപ്പൊ പണി തുടങ്ങിയ പിന്നെ സ്ഥിരം നൈറ്റിൽ വെള്ളം അടിച്ച് നിറച്ചിട്ടേക്കുക. എന്നിട്ട് പറമ്പില് 2 ഇങ്ങനത്തെ ടാങ്ക് അവർ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹോസ് 4 എണ്ണം ഉണ്ട് മൊത്തം. അത് ഈ ഹോസ് ടാപ്പ് പിടിക്കുക, ടാപ്പിലേക്ക് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ നീളത്തിൽ അങ്ങ് പറമ്പിന്റെ പടിഞ്ഞാറ് എത്തം വരെയും ചെല്ലണമെങ്കിൽ അത്രയും വേണം. ആ എൻഡില് ഒരു ഡ്രം ആ എൻഡിൽ അവർ കൊണ്ടുപോയി വെച്ചേക്കണം. അവിടെ പണിയണമുണ്ട് ആ ഡ്രമ്മിൽ നിറച്ച് വെക്കും. പിന്നെ വേറെ ഒരെണ്ണം പണിയുടെ മുറയനുസരിച്ച് കയറി വരുമ്പോൾ ഡ്രം വെള്ളം കുറയണനുസരിച്ച് കരട്ടേക്ക് കയറ്റും. അപ്പം അതിലും ഇതിൽ നിന്ന് എപ്പോഴും വെള്ളം പിടിച്ച് ശേഖരിച്ച് കൊണ്ടുപോകും. അപ്പം വെള്ളം ശേഖരിക്കുന്നതനുസരിച്ച് കിണറ്റിൽ നിന്ന് മോട്ടറടിച്ച് ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിനകത്തേക്ക് ഇതിൽ നിന്ന് തന്നെ പൈപ്പിട്ട് ഫുൾ ടാങ്ക് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം തന്നെയാണ് നമ്മുടെ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോവുകയോ വെള്ളം ഇതിൽ കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം യഥേഷ്ടം വേണം. അപ്പൊ വെള്ളത്തിനൊരു ഷോർട്ടേജ് വരാൻ പാടില്ല. അപ്പൊ ഇത് കേൾക്കാൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം, വെള്ളം എടുക്കാൻ വേണ്ടിയാണ് വെച്ചേക്കണം. അപ്പം ഇത് എപ്പോഴും സ്റ്റെപ്പിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലും വെള്ളത്തിന് ഷോർട്ടേജ് വരില്ല. ആ 2 ഡ്രം അവിടെ നിറയ്ക്കണത് പെട്ടെന്ന് വെള്ളം തീർന്നുകൊണ്ടിരിക്കും. അപ്പം അവിടെ നിന്ന് മിസ്കോള വിടുകയുള്ളൂ. അന്നേരം ഈ ഹോസ് അതിലേക്ക് കുത്തിവെച്ച് ടാപ്പ് ഓൺ ചെയ്ത് കൊടുക്കും. അപ്പം അതിലേക്ക് വെള്ളം നിറയണനുസരിച്ച് അപ്പം ഇങ്ങോട്ട് വിളിക്കും. ഇത് ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എടുക്കും, ഇല്ലെങ്കിൽ അപ്പം നനയ്ക്കാനായിട്ട് എടുക്കും. അപ്പം അങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഈ പുളിയുടെ ഇലയൊക്കെ വീഴുന്നുണ്ട്. വേറെ കുടിക്കാനൊന്നും നമുക്ക് പറ്റൂല. നമ്മുടെ കിണറ്റിലെ വെള്ളം തന്നെ ശുദ്ധമായ വെള്ളമാണ്. പക്ഷേ എപ്പടി മൂടാനൊന്നുമില്ല, മൂടിയെ കട്ട് ചെയ്ത് നേരത്തെ മാറ്റിയായിരുന്നു. അപ്പം അങ്ങനെയാണ്, അതാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണത്. പിന്നെ ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് റെഡിയാക്കി വെച്ചു. പിന്നെ പണിയാമ്പൻ്റെ ചേട്ടന്മാർക്ക് ചിലർക്ക് ചൂടുവെള്ളം വേണം കുടിക്കാൻ, ചിലർക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം വേണം. അതിന് 3 ഓർഡിനറി ബിസ്ലേരി വാട്ടറിൻ്റെ കുപ്പി ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ട്രെയിൽ ഇട്ടേക്കുക. തോരെ വരും അവരാ പയ്യന്മാർ വന്നോളും വെള്ളത്തിന്. അപ്പം ഞാൻ പറയും, നിങ്ങൾ വെള്ളത്തിന് വരുമ്പോൾ എംറ്റി ആയിട്ടുള്ള കുപ്പിഞ്ഞെ കൊണ്ടുവരാൻ, എന്നാൽ അതിലേക്ക് വെജിറ്റബിൾ ട്രെയിലേക്ക് വെള്ളം എടുത്തങ്ങ് വെക്കാൻ പറ്റുള്ളൂ. അപ്പം കുടിവെള്ളം, ചൂടുവെള്ളം രാവിലെ 8:30 തിളപ്പിച്ചേച്ച് ഇതേ ഈ തിട്ടയിൽ ഞാൻ കലവും സ്റ്റീൽ കപ്പും വെച്ചേക്കും. അവരെടുത്തോണ്ട് പോകും. 8:15 സൈറ്റിൽ വരും അവർ. അപ്പം എടുത്തോണ്ട് പോകും. അത് തീരുമ്പോൾ ചിലപ്പോൾ ഓടിയാ അതുങ്ങൾ തന്നെ. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യും, ഗ്യാസിൽ സ്റ്റീലിൻ്റെ ചെരുവത്തിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ടേക്കും. അപ്പം ചൂടവർക്ക് വേണമെന്നില്ല, തണുത്ത വെള്ളം ചിലർക്ക് പാടില്ല എന്നുള്ളൂ, വയറിന് നീര് വീഴും, പണിയുമ്പോൾ കുനിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അവർ ആ വെള്ളം ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ ഇങ്ങനെ മറ്റേ ചില പയ്യന്മാർക്ക് ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം തന്നെ വേണം. അപ്പം അങ്ങനെ അത് തോരെ വരും. അപ്പം അതങ്ങനെ റെഡിയാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈകുന്നേരം ഒരു ബ്ലാക്ക് ടീ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറെ ഭക്ഷണങ്ങളൊന്നും നമ്മളില്ല. അതനുസരിച്ച് റേറ്റാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തിളച്ച വെള്ളവും ഈ വെള്ളവും ഇനി മൂടി വയ്ക്കും സ്റ്റീൽ പാത്രം കൊണ്ട്. അപ്പം ഇത് തിളച്ചിരിക്കുന്നത് കൊണ്ട് കലത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് ചൂടാറിയതാണെങ്കിലും ഇതിൻ്റെ ചൂട് ചെയ്യുമ്പോൾ മിക്സായി കിട്ടും. അപ്പം മൂടി വെച്ചേക്കാം. അപ്പം മൂടി വെച്ചാൽ അവർ വരുമ്പോൾ അങ്ങ് കൊടുത്താൽ മതി. കാര്യം പണിയൊന്നുമില്ല, അല്ല ഫുഡൊന്നും കൊടുക്കണില്ല. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഓടില്ല. ഓടി ചേച്ചി എന്ന് പറഞ്ഞു നമ്മളൊരു മനുഷ്യരല്ലേ. കുറച്ച് ഭാഗത്ത് ഇച്ചിരി ഷെയ്ഡുണ്ട്. പിന്നെ ഈ പടിഞ്ഞാറ് ഭാഗത്തുനിന്നേ കെട്ടിപ്പോരും. രാവിലെ ആകുമ്പോൾ അവിടെ വെയിലില്ല, കിഴക്ക് ഭാഗത്താണ് വെയിൽ. അപ്പം വെയിലിൻ്റെ അനുസരിച്ച് അവര് അത് കണ്ടല്ലോ, രാവിലെ അവിടെ കെട്ടും, ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരും. അപ്പം കിഴക്കുന്ന പടിഞ്ഞാട്ട് സൂര്യൻ പോണനുസരിച്ച് അവർ പണിയണത്. അപ്പം ഇതൊക്കെയാണ് പരിപാടികൾ. കിളികള് മറ്റേ ആഞ്ഞിലിച്ചക്ക കൊത്തിത്തിരുന്നുണ്ട്. ചേട്ടന്മാരിന്നാളെ വന്നപ്പോ പറഞ്ഞു, ആഞ്ഞിലിച്ചക്ക മുകളിൽ കാണാനില്ല, പക്ഷെ താഴെ തൊണ്ട് വീഴുണ്ടല്ലോ. അതുപോലെ കൂഴപ്ലാവേലി ഒരു ചക്കിയെ അത് പോയി പടം എടുത്തോ, ചുമ്മാ തിന്നേച്ച് തൊണ്ട് മാത്രമായിട്ട് താഴെ കിടപ്പുണ്ട്. അത് എത്തൂല ഇടാൻ, ഒരു തരത്തിലും എത്തൂല. ഇനിയിപ്പോ താഴെ ഉള്ളത് കറുത്ത നിറത്തിലുള്ളത് ഏറ്റവും മുഴുത്തത് നോക്കി ഈ അടുത്ത വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും പഴുക്കാൻ പാകത്തിന് ഇട്ട് വെക്കാം. അപ്പൊ നമുക്ക് കാണിക്കാം കേട്ടോ. ഏതാണ്ടൊക്കെ പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവും വെള്ളത്തിനാണ്. പണിയണ ചേട്ടന്മാരുടെ ഭാഷ അമ്മയ്ക്ക് പിടികിട്ടില്ല. ഭാഷ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ ഒന്ന് തകർത്തേനെ. എനിക്ക് കലം കൊണ്ടുവരുമ്പോ അറിയാം എന്തിനാണ്. ചൂടുവെള്ളം താമസിക്കുന്നത് വെള്ളം കൊടുക്കുക. അടപ്പൂടെ ഉണ്ട്, അടപ്പ് പിടിച്ചു.
അപ്പം പോയി. ഈ തൂണ് തേച്ച് കൊടുക്കണം. അപ്പം തേച്ചിട്ടില്ല, തേച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദേ ഇതുപോലെ തൂണ് ഇടവിട്ടുള്ളത് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നാ നോക്കണേ. വെള്ളം വരുന്നത് കുറവാ. ഐസ് ടീ വേണോ? അമ്മ അറിയാം ഇപ്പൊ ഐസ് ടീയുടെ ടൈം അല്ലെന്ന്. അപ്പൊ എന്താ തലയെ കെട്ടിക്കൊണ്ട് ബിസ്ക്കറ്റൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഇനിയിപ്പോ അത് അഴിച്ചു കെട്ടാനുള്ള നേരമില്ല. ചായ കൊണ്ടുപോകും. എങ്ങനെയുണ്ട് പണി ഇതുവരെ? പെട്ടെന്ന് തീരുന്ന് തോന്നണല്ലേ? ഇനിയിപ്പോ പണി വളരെ ഫാസ്റ്റാണ്. 2 ദിവസം കൊണ്ട് ഇവിടുത്തെ കഴിയും. 2 ദിവസം വേണ്ട. അടുത്ത എന്റെ അഭിപ്രായം പറഞ്ഞാൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ എല്ലാം കഴിയും. തൂണുകെട്ടും തേപ്പും ഗേറ്റിന്റെ ഇവിടെയുള്ള തൂണിന്റെ എല്ലാം എന്നാ എനിക്ക് തോന്നണത്. മെയിൻ ഏരിയ അങ്ങനെ കവർ ചെയ്തല്ലോ. ഞാനിവിടെ അത് പറഞ്ഞു തന്നാലേ ചായ കൊടുക്കാനുള്ള പരിപാടിയാവും. അവർക്കുള്ള ചായ തത്വമാണോ? ആയില്ല, വെള്ളം തിളയ്ക്കണം. പൊടി ഇട്ടതേ ചേട്ടന്മാർക്കുള്ള ചായ. നമുക്ക് അടുപ്പില്ലല്ലോ. പക്ഷെ ഐസ് ടീ ഉണ്ടാക്കുമ്പോ കട്ടൻ ചായക്ക് ഇച്ചിരി കടുപ്പം വേണം. എന്നാലാണ് നാരങ്ങ ഒഴിക്കുമ്പോ ഇച്ചിരി മൈൽഡാവും. അപ്പൊ ഇച്ചിരി കടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. ഈ മതിലിന്റെ ഇടവിട്ട് എന്തിനാ ഈ തൂണ് ഇങ്ങനെ വെക്കണേ? മതിലിന്റെ ബലത്തിനാ. ഒരു 4 ഇഞ്ചിന്റെ കനത്തില് ചരിച്ച വെക്കണം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ബലം വേണ്ടേ? അപ്പൊ തൂണിന് മാത്രം നമ്മൾ തേക്കണല്ലോ, മറ്റേ മതില് തേക്കണില്ല അല്ലേ? അപ്പൊ അത് തേക്കാൻ നല്ല ചെലവ് വരും. ചിലരെ കളിയാം. 600 അടി തൂണിൽ അങ്ങനെ നിന്നോളൂല്ലേ? അവർക്ക് കടുപ്പ് അധികം വേണ്ട അല്ലേ? വേണ്ട. ചിലപ്പോ ഈ ചൂടുള്ള കാരണേ. അല്ല, കട്ടൻ ചായക്ക് അവരങ്ങനെ കടുപ്പത്തിൽ ഉപയോഗിക്കില്ല. കട്ടൻ ചായ ചൂട് കൊണ്ടല്ല. പക്ഷെ എനിക്ക് കടുപ്പുള്ള കട്ടൻ ചായ ഇഷ്ടാ. ഇനി ഞാനേ ആ ഒരു ചവർപ്പ് വരില്ലേ, അതെനിക്ക് ഇഷ്ടാ. എനിക്ക് ഈ പാവയ്ക്കൊക്കെ ഇഷ്ടമുള്ളതായതുകൊണ്ടായിരിക്കും ചിലപ്പോ. അതല്ല പറഞ്ഞത്, സമയം നോക്കാദ്യം. സമയം നോക്കിയേച്ച് അതിനാ നമ്മൾ കൊടുക്കണം. കറക്റ്റ് ടൈമിലേ കൊടുക്കുള്ളൂ. മണി 4 ആവണു. 4 മണിക്കാണോ കൊടുക്കണേ? 55 ഇവിടുന്ന് കൊണ്ടുപോകും. മറിച്ച് ഇച്ചിരി ചൂടാറിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളതാ. കൊറേ നാള് കഴിയുമ്പോ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തു നോക്കുമ്പോ നമുക്ക് ചിരി വരൂല്ലേ? മതിലൊക്കെ കെട്ടി ഒരു 10 വർഷം കഴിയുമ്പോ. എന്തായാലും വർത്താനത്തിന് കുറവൊന്നും ഉണ്ടാവൂല. അപ്പൊക്കെ അതിന് നല്ല ഉറപ്പാ. കലക്കന ചൂടാറ്റിയാണോ കൊടുക്കണേ? ചെറിയ ചൂടില്ല. ചൂട് കുടിക്കൊണ്ടെന്ന് അവരെങ്ങനെ കുടിക്കാനാ? ചായ കുടിച്ചോ? ആകെ വേർത്തല്ലോ. ചായയാ? എത്ര മണി വരെ ഉണ്ട് പണി? ലൈം ടീ എപ്പോഴാ കുടിക്കണേ? അല്ല ഐസ് ടീ.
ഐസ് ടീ നല്ല റിഫ്രഷിങ് ആട്ടോ, ഏതൊരു ജ്യൂസിനേക്കാളും. അത് തണുപ്പുള്ളതുകൊണ്ടാണ്. അല്ല അത് മാത്രല്ല ചായയല്ലേ പിന്നെ, അപ്പൊ ആ ഒരു എനർജി ഉണ്ടാവൂലോ. സാധാ ചായ കുടിക്കണ ആ ഒരു എനർജി കിട്ടും. പിന്നെ നമ്മളിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമല്ലേ, അഡൾട്രേഷൻ ഒന്നുമില്ലല്ലോ. ഞാൻ കൃത്യമായിരിക്കില്ല, ചില ഗ്ലാസ് ചെറുതും ചിലത് വലുതും ഉണ്ട്. അപ്പൊ അത് വലുതിന്റെ അളവിലെടുക്കും. ഈ ശരിയല്ലേ അപ്പൊ ചായ കൊണ്ട് പോവാണ്. ഇന്ന് അമ്മ വന്നില്ലേ? ഇല്ല, വെയിലാണ്. ഞാൻ 5 മണിയായിട്ട് വരും. എത്ര പേർക്കുള്ളതാ? കറക്റ്റാണോ കണക്ക്? ആ അമ്മയല്ലേ ഇടണേ, അപ്പൊ കറക്റ്റ് ആയിരിക്കൂലേ? ആ എവിടെയാ വെക്കണേ? വെക്കണത് എവിടെയാ? മാവ് കണ്ടോ, മാവ് ഒറ്റ പോത്തതേ. അവരുടെ മാവ് ആ ശരിയാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. കുരുന്ന് നിറച്ചു മാങ്ങേണ്ടതിൽ കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. പിടിക്കണോ? എല്ലാവരും ചായ കുടിച്ചു. ചായ കുടിക്കാൻ അവിടെ ഇരുന്ന് വിശ്രമിച്ചൊരു 10 മിനിറ്റ് ഇരുന്ന് കുടിക്കും. ഞാൻ അന്നേരം ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് സ്റ്റൂള് കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോ എന്നോട് മലയാളിയായിട്ടുള്ള ആളില്ല, എന്നോട് പറയാ ഞങ്ങൾ ഈ കട്ടയുടെ പുറത്തിരുന്നാ ചേച്ചി കുടിക്കണേന്ന്. ഇഷ്ടികയ്ക്ക് അവർ ഈ കട്ടയെന്ന് പറഞ്ഞു. എനിക്ക് തിരിയൂല ഈ കട്ടാന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. അന്നേരം അപ്പൊ പറഞ്ഞു ഇഷ്ടികയ്ക്ക് അവര് പറയുന്നത്. പൊക്കം കറക്റ്റ് ആണോന്ന് അപ്പ ചോദിച്ചു. അമ്മയോട് വന്ന് നോക്കാൻ പറഞ്ഞു. വെയിലറിയിട്ട് വരാൻ നീ അവിടെ ഈ പടിഞ്ഞാറ് ദിവസം ഭയങ്കര വെയില. ഇനി നാളെ വെയില് കൊള്ളേണ്ട ദിവസമാണ്. അതെ, അയ്യോ ഓർക്കുമ്പോ പേടിയാ. നാളെ ഒരു പരിപാടിക്കുണ്ട്, അതിന് പോവാ. നെയിൽ പോളിഷ് ഒക്കെ ഇട്ടോ? അപ്പോഴേ ഒരു കാര്യം ചെയ്തേ, ആ കാറ്റേ കല്ലില് മിഞ്ചി എടുത്തിട്ട് ഞാൻ ഡെപ്പയില് സൂക്ഷിച്ചു വെച്ചേക്കണം അവിടെ. അത് ഇട്ടിട്ടില്ല. അതിട്ടിട്ടില്ല. നെയിൽ പോളിഷ് ഇടണം, മൂറൊക്കെ ഇട്ട് തൂത്ത് കളഞ്ഞേച്ചു. അത് ഇടുമ്പോ പറയണോ കേട്ടോ. പറയാം വൈകിട്ട്. ഏത് കളറാ ഇടണേ? എന്റെ ഇരിക്കണ ഏതെങ്കിലും കളർ വേണോ? സാരിയുടെ കളർ. ഓ ലൈറ്റ് ആയിരുന്നു, ഇച്ചിരി ലൈറ്റാ പക്ഷെ അതല്ലേ. ഏത് ഞാൻ മേടിച്ചോണ്ട് വന്ന കളറ് നെയിൽ പോളിഷ് അത് മതി. എനിക്കതാ ഇഷ്ടം. ഞാൻ പഠിക്കണ കാലം പോലെ ലൈറ്റ് കളറായിരുന്നു എനിക്ക് നെയിൽ പോളിഷ് ഇഷ്ടം. അന്ന് ലാക്മയുടെ നെയിൽ പോളിഷിന് വെറും 10 രൂപ, 10 രൂപ. പക്ഷെ അന്ന് 10 രൂപ എന്ന് പറഞ്ഞാൽ നല്ല വിലയാ. വെള്ളം മഞ്ഞില്ലേ? നേരത്തെ വരുന്നു. പൈപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലോ ആണ്. അവിടെ ഇറക്കായിട്ടാണോ എന്താണോ മറ്റേടല്ലേ? അമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എന്നാ ചൂടാ. ഇനിയിപ്പോ ഇങ്ങോട്ട് കെട്ടുന്നില്ല, അതിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെക്കുക. തിങ്കളാഴ്ച വരുമ്പോ അത് ചൂട് തേക്കലാണ്. ഇനിയിപ്പോ ഒറ്റയടിക്കുന്ന ആ മീൻ വരെ ചെയ്യണമെന്നാണ്. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിരിക്കും. ചൂട പണിയാണ്. അവിടെ ആ തൂണിൻ്റെ അവിടെ ചെറിയ ചെറിയ ഗ്യാപ്പാണ്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മൊത്തം തയ്ക്കാൻ. ഈ ഒരു തൂണിൽ നിന്ന് മറ്റേ തൂണിലേക്കുള്ള ഗ്യാപ്പ് എങ്ങനെയാ തീരുമാനിക്കണേ? 7 അടി. 7 അടിയാണോ? അതാണോ കണക്ക്? 7 അടി, 8 അടി, 10 അടി. ഓ അത് ഏത് വേണേലും എടുക്കാവോ? തീരെ പൊക്കം കുറഞ്ഞ മതിലാണെങ്കിൽ 10 അടി. ഓ അതിലും കുറച്ച് പൊക്കം ഉള്ളതാണെങ്കിൽ 8 അടി. ഇത് സാമാന്യം റീസണബിളി പൊക്കം 4 അടി.
4 അടി പൊക്കത്തിന് 7 അടി അകലത്തിലാണ് മതിൽ. അല്ല, തൂണ്. തൂണല്ലേ? പൊക്കം കൂടുന്തോറും തൂണ് അടുക്കും. കാരണം പൊങ്ങുന്തോറും ബലം കുറയും. അപ്പൊ അതിന് തൂണ് അടുപ്പിച്ച് വേണം. പിന്നെ മുകളിലും ഒക്കെ തേച്ചല്ലേ? മഴത്തുള്ളി വീണ് കഴിയുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ അത് ശരിക്കും മേളിൽ നനയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് നനയ്ക്കാൻ പോണത് ഏണിയായിട്ടാ. പക്ഷെ അവിടെ വെക്കാനത് നിരപ്പുണ്ടോ? ഇതിനകത്ത് സുരക്ഷിതമായിട്ട് ഇവിടെ കരുതിയായിരിക്കും അതുങ്ങളെ അത് കൂട്ടിപ്പിടിച്ചോളൂ. അവരുടെ പണി സാധനമാകാം. കപ്പം ജോലി ആരെയാ വിളിക്കണേ? അമ്മയെ വിളിക്കുകയല്ല, മിസ് കോൾ. പൈപ്പ് ഓണാക്കാനായി. അമ്മയ്ക്ക് ഇപ്പൊ മിസ് കോളൊക്കെ അടിച്ചു തുടങ്ങിയോ? ടാപ്പ് ഓണാക്കാനായി. മിസ് കോൾ അടിച്ചാ അറിയോ? അപ്പൊ തന്നെ ഓണാവോ? ഓണായോ? വളരെ ഫാസ്റ്റ് ആണല്ലോ അമ്മ. ആരാ? അമ്മ വന്നിട്ടുണ്ട്. പണിയുടെ സൂപ്പർവിഷൻ നടത്താനാണ്. വേറെ എണ്ണത്തിനും വിടില്ല. നോക്കണ്ട്. തേച്ചേക്കണ നല്ല ഭംഗിയുണ്ടല്ലേ? മൊത്തം തേച്ചാൽ നല്ല ഭംഗിയാ. മൊത്തം തേച്ചാ രൂപ എത്രയോ? അമ്മയ്ക്ക് ഇതുവരെ ഇഷ്ടപ്പെട്ടോ? ഇനിയുള്ള നന ഇച്ചിരി പാടാ. മതില് പൊങ്ങിക്കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതെന്താ നൈറ്റി ഒക്കെ ഇവിടെ കൊണ്ടിട്ടേക്കണേ? ഭയങ്കര ബുദ്ധിയാ. ഇതില് വെള്ളം കുടിച്ചിരിക്കൂലോ. മണിയൊന്നും അല്ല, നല്ല ബുദ്ധിയാ. എത്ര ദിവസം ഇങ്ങനെ നനയ്ക്കേണ്ടി വരും? 5 ദിവസോ? 5 ദിവസമാണോ അതിന്റെ കണക്ക്? ഓ, 5 ദിവസം രാവിലെയും വൈകിട്ടും നനയ്ക്കണോ അല്ലേ? നമുക്കാണ് അതിന്റെ ഗുണം. നമുക്കിപ്പോ നനച്ചില്ലേലും അവരെ സംബന്ധിച്ച് പിന്നെ അവർക്കെന്താ. ഓ, ഇവിടെയൊക്കെ അമ്മയുടെ നൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചീത്തയായ നൈറ്റിയൊക്കെ അമ്മ സൂക്ഷിച്ചു വെക്കുമായിരുന്നോ? ഇങ്ങനെയുള്ള ഉപയോഗത്തിന് തീരെ മോശമായിട്ടുള്ള നൈറ്റികളൊക്കെ നമ്മുടെ തേങ്ങയൊക്കെ ഇടുന്ന ഒരപ്പരയിൽ ഒരു കസേരയിൽ ഷർട്ട്, നൈറ്റി, കൈലുമുണ്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മുരുകേശൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നിനും കൊള്ളൂലാത്തത് മതി, കീറി പറഞ്ഞ് തീരെ കരിക്കരിക്ക് ഉപയോഗിക്കുന്ന മതി എന്ന് പറഞ്ഞു. ടെറസ് മുകളിൽ ഒരു കസേരയിൽ വൈറ്റ് വാഷ് ചെയ്യാൻ നേരത്ത് കുര്യാക്കോച്ചേട്ടന് ആവശ്യമുള്ള രീതിയിലുള്ളത് വേറെ പഴംതുണികൾ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കുറച്ച് പഴംതുണികൾ അമ്മച്ചിയുടെ അലമാരിയിൽ ഇരിപ്പുണ്ട്. പല സെക്ഷനിലാണ് വയ്ക്കണത്. അതൊക്കെ പഴയ ആൾക്കാരുടെ ചിട്ടകളാണ്. പുതിയവരിപ്പൊ തുണിഞ്ഞെടുത്തോളാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇട്ടോണ്ടിരിക്കണം, അങ്ങ് കീറി കൊടുക്കും. പ്രേക്ഷകരെല്ലാരും പറഞ്ഞ നമ്മുടെ കൊന്ന വലുതായിട്ടോ. ഞാൻ ആ ഭായിമാരോട് പറഞ്ഞു, കളയരുത് കൂട്ടോ, ഇത് കൊന്നയാന്ന്. അവർക്ക് അന്നേരം പറയാ മലയാളം കുച്ചിനഹി മാലൂം.
അത് നേരത്തെ എനിക്കറിയാം. അത് കലക്കി. എനിക്ക് പോലും അറിയില്ലല്ലോ. മലയാളം കുച്ച് നഹി മാലും. ഏഹേ, അപ്പൊ ഞാൻ കൊള്ളാം. ഹിന്ദി കുച്ച് നഹി മാലും. അമ്മ ഈ പറയണല്ലോ അപ്പ കേട്ടോ. എന്നിട്ട് അവര് ഭയങ്കര ചിരിയാ, 3 എണ്ണങ്ങള് സമ്മതിക്കണം. കലം കൊണ്ട് വെക്കാൻ നേരത്തെ പറയുന്നത്. അമ്മ എത്ര ഗ്രാസ്പ് ചെയ്തെടുത്തു. അമ്മ ഈ പറഞ്ഞതൊക്കെ കേട്ടോ. ഇല്ല, ഇത് അനങ്ങും. ഈ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ വന്നു നോക്കിയേ ഇവിടെ എന്താ കാഴ്ചയെന്ന്. എത്ര ചക്കയാ ഉണ്ടായേക്കണേന്ന് നോക്കിയേ. ആ ഇത് പക്ഷെ കണ്ടില്ലായിരുന്നു. അത് പൊടിയില്ലേ കരിഞ്ഞു കിടക്കണുണ്ടോ? എന്നാലും ശരിയത് മൂട്ടിൽ തന്നെയല്ലേ. ഓർമ്മ കിട്ടിയായിരുന്നെങ്കിൽ. 1 2 3 4 ആ കരിഞ്ഞാങ്ങ് എടുത്ത് കളഞ്ഞേരെ. ഇത് 5. ആ കരിഞ്ഞാങ്ങ് കുടിച്ച് കളഞ്ഞേരെ. ഈ വെയിൽ കൊണ്ടായിരിക്കും 5 ചക്ക. 2 പാളി വെള്ളം കൊണ്ട് ഒഴിക്കാം. അപ്പൊ വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. അല്ല ഇത് 6. ഒരെണ്ണെങ്കിലും കിട്ടിയാ താഴെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 6 ചക്ക ഉണ്ടായിട്ടോ. കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു. ഇതെല്ലാം ചക്കയാവാനുള്ള നാമ്പാന്ന് തോന്നുന്നു. ഏറ്റവും കടയിലാട്ടോ ഉണ്ടായേക്കണേ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ദേ ഇവിടെ ഉണ്ട് 7 8 ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒട്ടുപ്ലാവാണിവൻ. അങ്ങനെ വേഗം കായ്ച്ച് നല്ല ഒന്നാന്തരം ചക്ക താട്ടോ ഞങ്ങൾക്ക്. 8 എണ്ണല്ലാട്ടോ. ദേ അങ്ങ് ദൂരെ 9ാമത്തെ ചക്കയെ നമ്മൾ സ്പോട്ട് ചെയ്തു. സോ ഹാപ്പി. ഒരെണ്ണം തരുമോ ഞങ്ങൾക്ക്? ഒരെണ്ണം മതി. ദേ 10ാമത്തെ ചക്കയെ നമ്മൾ അവിടെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു റൗണ്ട് ഫിഗറിനായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. 10 ചക്ക അങ്ങനെ ഈ പ്ലാവിൽ ഇക്കൊല്ലം കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. സമ്മറൊക്കെ ആയതുകൊണ്ട് ദേ ഞാൻ ഐസ് ടീയിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത്തവണ ഞാൻ ഐസ് ഇട്ടിട്ടില്ല. കാരണം പെട്ടെന്ന് ഈ ചൂടത്തുനിന്ന് നമ്മൾ കയറി വന്നിട്ട് ഐസ് ഇട്ട് കുടിച്ച് തൊണ്ടയ്ക്കിന് ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ച് ഐസ് ഇട്ടിട്ടില്ല കേട്ടോ. ചായ മാത്രമേ തണുപ്പിച്ചിട്ടുള്ളൂ. മിക്സ് ചെയ്തിരിക്കുന്നത് നോർമൽ വാട്ടറിലാണ്. പക്ഷെ നല്ല റിഫ്രഷിംഗ് ആണ്. എനിക്ക് ഏതൊരു ജ്യൂസിനേക്കാളും ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ഐസ്ഡ് ലെമൺ ടീ. പിന്നെ കുടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ. പണി നടക്കുന്നത് കൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് കേട്ടോ. എല്ലാം തീർന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോഴേക്കും മിക്കവാറും മഴക്കാലം ആകുമെന്ന് തോന്നണേ. എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാതെ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് മഴ തുടങ്ങുമ്പോഴേക്കും വീട്ടിലിരുന്ന് നമുക്കിതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ? നമ്മുടെ മതിൽ പണി അപ്ഡേറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ മതിൽ പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് മതിൽ കെട്ടലും ഗേറ്റ് പണിയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കാരണം ഫൈനൽ സ്റ്റേജ് അല്ലേ. അപ്പോൾ പതിവ് പോലെ ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ ഷോർട്ട് വീഡിയോ ആണ് ഉണ്ടാവുക. പിന്നെ പതിവ് പോലെ നമുക്ക് ശനിയാഴ്ച ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.